വെൽക്കം ടു ദി ക്ലാസ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4-ലെ ഷിയർ ഫോഴ്സ് ഡയഗ്രം അതേപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എന്നുള്ള ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷനാണ്. നമുക്കറിയാം റൈറ്റ് സൈഡ് ഡൗണും ലെഫ്റ്റ് സൈഡ് അപ്പും ആണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ്, റൈറ്റ് സൈഡ് അപ്പും ലെഫ്റ്റ് സൈഡ് ഡൗൺ ആണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് മാത്രമാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ പരിഗണിക്കാറ്. റൈറ്റ് സൈഡ് താഴേക്കാണെങ്കിൽ പോസിറ്റീവാണ്, റൈറ്റ് സൈഡ് മുകളിലേക്കാണെങ്കിൽ ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ അത് നെഗറ്റീവാണ്. ഇനി ഇത് വേറെ രൂപത്തിലും പറയാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫോഴ്സ് താഴേക്കാണ്, ഇവിടെ മുകളിലേക്കാണ്. ഞാനിവിടെ ഒരു ക്ലോക്ക് വരയ്ക്കാമെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ക്ലോക്ക് വരയ്ക്കാണ്. ഓക്കെ, ക്ലോക്കിൻ്റെ ഒരു മിനിറ്റ് സൂചി എന്ന് വിചാരിക്കരുത്, മിനിറ്റ് സൂചിയാണ്. ഈ ക്ലോക്കിൻ്റെ സൂചി ഏത് ഡയറക്ഷനിലേക്കാണോ കറങ്ങുക, ഇങ്ങനെയാണോ കറങ്ങുക, ഇങ്ങനെയാണോ? നമുക്കറിയാം ഒരു ക്ലോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലോക്കിൻ്റെ സൂചിയിലെ നീഡിൽ കറങ്ങുക ഈ ഡയറക്ഷനിലായിരിക്കും കറങ്ങുക അല്ലേ. ഇങ്ങനെ താഴെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് പിന്നെ മുകളിലേക്ക് അല്ലേ, ഈ ഒരു ഡയറക്ഷനിലാണ് കറങ്ങുക. ഈ ക്ലോക്കിൻ്റെ ഡയറക്ഷനിലേക്ക് കറങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാം. ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഇതാണെന്ത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇത് നോക്കി നോക്ക് നിങ്ങൾ, കണ്ടോ ഇവിടെ ഒരു ഫോഴ്സ് താഴേക്കുണ്ട്, ഇവിടെ ഫോഴ്സ് മുകളിലേക്കുണ്ട് അല്ലേ. അപ്പോൾ ഇതേത് ഡയറക്ഷനാണ്? ഇവിടെ താഴേക്ക് ഇവിടെ മുകളിലേക്ക് അല്ലേ. താഴേക്ക് മുകളിലേക്ക് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഡയറക്ഷനാണ്. സോ ദിസ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ ചിലപ്പോൾ നിങ്ങളോട് ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആണെന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണെന്നും പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ദാറ്റ് ഈസ് പോസിറ്റീവ് എന്ന് പഠിക്കാം, ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് എന്നുള്ളത് എന്ത് ചെയ്യാം, നെഗറ്റീവ് എന്ന് പഠിക്കാം. അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എന്നും പഠിക്കാം. അപ്പോൾ ക്ലോക്ക് വൈസ് ആകുമ്പോൾ റൈറ്റ് സൈഡ് ഫോഴ്സ് ഡൗൺ ആണെന്നും ലെഫ്റ്റ് സൈഡ് ഫോഴ്സ് അപ്പ് ആണെന്നും മനസ്സിലാക്കിയാൽ മതി. ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ റൈറ്റ് സൈഡിലെ ഈ റൈറ്റ് സൈഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുകളിലേക്കാണ് ഫോഴ്സ് എങ്കിൽ എന്താ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഇത് ഡൗൺ ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇങ്ങനെയും ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ നാളെ എവിടെയെങ്കിലും ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഇങ്ങനെയും നമ്മൾ ഷിയർ ഫോഴ്സിൻ്റെ സൈൻ കൺവെൻഷൻ പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്കിന്ന് പഠിക്കാനുള്ളത് മറ്റൊരു കാര്യം. ഒബ്വിയസ്ലി നമുക്കറിയാം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷനാണ്. സാഗിങ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ഹോഗിങ് ആണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ്. സാഗിങ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്. എപ്പോഴാണ് സാഗിങ് ആവുക? താഴെ നിന്നും മുകളിലേക്കാണ്, ബീമിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അത് സാഗിങ് ആണ് സംഭവിക്കുക. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. മുകളിൽ നിന്ന് താഴേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഹോഗിങ് ആണ്. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ, അറിയുന്ന കാര്യങ്ങളാണ്. പോയിന്റ് ലോഡ് ആണെങ്കിൽ SFD ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, BMD ഇൻക്ലൈൻ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. UDL ആണെങ്കിൽ SFD ഇൻക്ലൈൻ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, BMD പാരാബോളിക് കർവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തറവായിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ നിർബന്ധമായിട്ടും ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒരു കാൻറ്റിലിവർ ബീമിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ SFD BMD എങ്ങനെ വരക്കാം എന്നുള്ളതായിരുന്നു. ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതൊക്കെ എന്താ, കാൻറ്റിലിവർ ബീമിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം കാൻറ്റിലിവർ ബീം തന്നെയാണ്, പക്ഷേ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് UDL ആണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഒരു കാൻറ്റിലിവർ ബീമിൽ UDL ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് SFD BMD വരയ്ക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങളുടെ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ബീമുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കാണുമ്പോൾ അതിൽ UDL യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, പ്രോബ്ലമൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം ഇതിൻ്റെ ടോട്ടൽ ലോഡ് നിങ്ങൾ കണ്ടെത്തണം. എന്താ ഇവിടുത്തെ ടോട്ടൽ ലോഡ്? 60 kN/m. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്ത്തിൽ 60 kN ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്.
പക്ഷേ ഈ യു ഡി എൽ ആക്ട് ചെയ്യുന്നത് 1 മീറ്റർ ഒന്നല്ല, സി മുതൽ ബി വരെ എത്ര ഉണ്ട്? 1.8 മീറ്റർ ഉണ്ട് അല്ലേ? സി മുതൽ ഡി വരെ എത്ര ഉണ്ട്? 1.8 മീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് 1.8 മീറ്ററിലാണ്. ഇത് 1 മീറ്ററിൽ 60 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ 1.8 മീറ്ററിൽ എത്ര ആയിരിക്കും? വളരെ സിമ്പിളാണ്. 1.8 ഇൻറ്റു അല്ലേ, എത്രയാണോ ലെങ്ത് അത് ഇൻറ്റു ഫോഴ്സ് എത്രയാണ്? 60 കിലോ ന്യൂട്ടൺ ആണ് 1 മീറ്ററിൽ. സോ 60. ഇവിടുത്തെ ടോട്ടൽ ലോഡ് പറഞ്ഞാൽ 60 ഇൻറ്റു 1.8 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 108 കിലോ ന്യൂട്ടൺ വരും അല്ലേ? ശരിയല്ലേ? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാവും. 108 കിലോ ന്യൂട്ടൺ ഇതാണ് ടോട്ടൽ ലോഡ്. അപ്പോൾ 1 മീറ്ററിൽ 60 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ 1.8 മീറ്റർ ആണ്. സോ ഇവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു 1.8. ഈ ഫോഴ്സ് ഇൻറ്റു എത്ര ലെങ്ത് ആണോ ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തു കിട്ടിയ ആൻസർ 108 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ 108 കിലോ ന്യൂട്ടൺ മുകളിൽ നിന്ന് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? ബീമിൻ്റെ മുകളിലാണ് യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. സോ താഴേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ താഴേക്ക് 108 കിലോ ന്യൂട്ടൺ ഇവിടെ എവിടെയോ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ യു ഡി എൽ ഫോഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരണം. ആ 108 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ഈ ലെങ്ത് 1.8 മീറ്റർ ആണ്. ഈ 1.8 മീറ്ററിലാണ് യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. സോ യു ഡി എൽ ആക്ട് ചെയ്യുന്ന ലെങ്ത് എത്രയാണോ അതിൻ്റെ നേർപകുതി. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 1.8 ആണ്. സോ 1.8 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.9. 0.9 മീറ്ററിലാണ് ആരാക്ട് ചെയ്യുന്നത്? ഈ 108 എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 108 എന്നുള്ള 108 കിലോ ന്യൂട്ടൺ, ഇവിടെ കിലോ ന്യൂട്ടൺ എന്ന് വരാൻ കാരണം ഇവിടെ 60 കിലോ ന്യൂട്ടൺ ആയതുകൊണ്ടാണ്. 60 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ 108 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ഈ 108 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് 0.9 മീറ്ററിലാണ്. അതായത് ഈ 1.8ൻ്റെ ഒത്ത നടുവിൽ ഇവിടെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ആരുണ്ട്? 108 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ ഇത്രയും യു ഡി എല്ലിൻ്റെ എഫക്റ്റ് എവിടെ വരിക? ഇവിടെ വരിക. എത്ര എഫക്റ്റ്? 108 കിലോ ന്യൂട്ടൺ ആണ്. ആ 108 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന ഒത്ത സെൻറ്ററിലാണ്. ഒത്ത സെൻറ്ററിൽ മീൻസ് ഈ ഫോഴ്സിൽ നിന്ന് സിയിലേക്ക് 0.9ഉം ബിയിലേക്ക് 0.9ഉമാണ്. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് ഒക്കെ, ഈ ബീമിൻ്റെ ഓരോ സെക്ഷൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് ഇതുവരെ 2.5 മീറ്ററാണ്. ഇവിടുന്ന് ഇതുവരെ 1.8 മീറ്ററാണ്. അപ്പോൾ ഈ 2.5ൽ നിന്നും 1.8 കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ കിട്ടും. എത്ര വരെ അവിടുത്തെ വാല്യൂ? ഒരു 0.7 വരുന്നുണ്ടാവും. ഓക്കെ. വാല്യൂ എത്ര വരുന്നത്? 0.7 മീറ്റർ വരുന്നുണ്ടാവും. ഇവിടെ 0.7 മീറ്ററാണ് എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ്. അതും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുനോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഷിയർ ഫോഴ്സ് കാണാണ്. ഷിയർ ഫോഴ്സ് അറ്റ് ബി ആണ് കാണുന്നത്. ഷിയർ ഫോഴ്സ് അറ്റ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് അറ്റ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഷിയർ ഫോഴ്സ് വരിക? നോക്കി നോക്കി. നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി ആണ്. അപ്പോൾ സെക്ഷൻ ബി ആണ്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കി, എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ഇനി ബിയിലേക്ക് നോക്കി. പക്ഷെ ബിയിൽ യു ഡി എല്ലിൻ്റെ ഒരു തലപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ഡി എൽ സി മുതൽ ബി വരെ ഉണ്ടെങ്കിലും ഈ യു ഡി എൽ മുഖാന്തരം ഉണ്ടാകുന്ന ടോട്ടൽ ലോഡ് 108 കിലോ ന്യൂട്ടൺ എവിടെ ആക്ട് ചെയ്യുന്നത്? ഇവിടെ ആക്ട് ചെയ്യുന്നത്. ബി ആയിട്ട് എന്തില്ല? കോണ്ടാക്ട് ഇല്ല. അപ്പോൾ ബീൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കി, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ബിക്ക് നോക്കി, ബിയിലും ഒന്നുമില്ല. സോ ആൻസർ എന്തായിരിക്കും? 0 കിലോ ന്യൂട്ടൺ. ഇനി അടുത്തത് ഷിയർ ഫോഴ്സ് അറ്റ് സി ആണല്ലേ. ബി എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ സി ആണ്. ഷിയർ ഫോഴ്സ് അറ്റ് സി. ഷിയർ ഫോഴ്സ് അറ്റ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? ഷിയർ ഫോഴ്സ് അറ്റ് സി. സിയിൽ നമ്മൾ നോക്കി. സിയിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആരുണ്ട്? ഈ 108 കിലോ ന്യൂട്ടൺ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യു ഡി എൽ എന്നുള്ള ഫോഴ്സ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ടോട്ടൽ ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ധാരണ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? 0.9 മീറ്റർ ആണ്. ബിയിൽ നിന്നും 0.9 മീറ്റർ, സിയിൽ നിന്നും 0.9 മീറ്റർ. കാരണം ഒത്ത നടുവിലാണല്ലോ. ഓക്കെ. അപ്പോൾ 108 കിലോ ന്യൂട്ടൺ ഇവിടെ ഉണ്ട്. അത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഷിയർ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുമ്പോഴുള്ള റൂൾ എന്താ? നമുക്കറിയാം, ബീമിൻ്റെ റൈറ്റ് സൈഡ്, ബീമിൻ്റെ സെക്ഷൻ്റെ റൈറ്റ് സൈഡ് താഴേക്കാണെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ്.
മുകളിലേക്കാണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. അങ്ങനെയും പഠിക്കാം, നോ ഇഷ്യൂസ്. അപ്പോൾ എസ് എഫ് സി എത്ര, എസ് എഫ് സിയുടെ റൈറ്റ് സൈഡിൽ 108 താഴേക്കാണ്, പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എഴുതിച്ചു 108 kN. വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? വേറെ ഫോഴ്സ് ഒന്നുമില്ല. ഇനി എസ് എഫ് എ എടുക്കുമ്പോൾ, ഷിയർ ഫോഴ്സ് അറ്റ് എ എടുക്കുമ്പോൾ സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. ഈ യു ഡി എൽ മുഖാന്തരം ഉണ്ടാകുന്ന ടോട്ടൽ ലോഡായിട്ടുള്ള 108 kN ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും താഴേക്കാണ്, പ്ലസ് ആണ്. എസ് എഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 108 kN. സൈൻ എത്ര എന്താ വരിക? പോസിറ്റീവാണ് വരിക. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഈ ഒരു വാല്യൂസ് കിട്ടി. വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഇനി ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം കാണാണ്. ബി എം അറ്റ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെൻറ്റ് ബി കാണാണ്. ബെൻഡിങ് മൊമെൻ്റ് റൈറ്റ് സൈഡിലേക്ക് നോക്കി എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ബിയിലുണ്ടോ? ഇല്ല. സോ 0 kN. ഇവിടെ യൂണിറ്റ് ഒരു കാരണവശാലും എഴുതാൻ മറക്കരുത്. യൂണിറ്റ് എഴുതില്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും, നോ ഡൗട്ട്. ഇപ്പോൾ 0 kN എന്ന് വരാൻ കാരണം ഇവിടെ തന്ന ഫോഴ്സ് എന്തിലാണ്? കിലോന്യൂട്ടണിലായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഫോഴ്സും കിലോന്യൂട്ടണിലായിരിക്കും. ഇനി അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ആണ്. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് നോക്കി നോക്ക്. ഇപ്പോൾ സിയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. സീൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ആരാളുള്ളത്? 108 kN ഉണ്ട്. അതെവിടെ ആക്ട് ചെയ്യുന്നത്? സെൻട്രലായിട്ടാണ്. അതായത് ആ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ആണ്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര വരിക? നമുക്കറിയാം ഈ 108 kN ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒത്ത നടുവിലാണ്, സെൻട്രലാണ് അല്ലേ. അപ്പോൾ എത്ര വരിക? 0.9 വരും. 1.8ൻ്റെ പകുതി 0.9 വരും അല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതണം എത്ര? 108. വേറെ കാര്യം കൊണ്ടുണ്ട്, താഴേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, താഴേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ സൈൻ കൺവെൻഷൻ എന്താ? ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ നമുക്കറിയാം. ബീമിൻ്റെ താഴെ നിന്ന് മുകളിലേക്കാണെങ്കിൽ അതെന്താണ്? സാഗിങ് ആണ്, പോസിറ്റീവാണ്. ബീമിൻ്റെ മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ എന്താണ്? ഹോഗിങ് ആണ്, നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ മുകളിൽ നിന്ന് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, സോ നെഗറ്റീവാണ് വാല്യൂ. ഇപ്പോൾ -108 kN താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ആ -108 kN ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണ്ടേ? ബെൻഡിങ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇൻറ്റു ആ പോയിന്റിൽ നിന്നും സിക്കുള്ള ഡിസ്റ്റൻസ്, സിത്തെ ബെൻഡിങ് മൊമെൻറ്റാണ് കാണുന്നത്, സോ സിക്കുള്ള ഡിസ്റ്റൻസ്. ഇനി ഏത്തെ ബെൻഡിങ് മൊമെൻ്റ് ആണെങ്കിലോ അപ്പോൾ എക്കുള്ള ഡിസ്റ്റൻസേക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ -108 ഇൻറ്റു 0.9, -108 ഇൻറ്റു 0.9. ഈ 0.9ൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്തും എഴുതാൻ വേണമെങ്കിൽ 108/2 എന്ന് എഴുതാം കേട്ടോ. സോറി, 108 അല്ല, 1.8/2 എന്ന് എഴുതാം അല്ലേ. 1.8ൻ്റെ നേർപകുതി, ശരിയല്ലേ. അപ്പോൾ ഈ 0.9 എന്ത് ചെയ്യാം? 1.8/2 എന്നും എഴുതാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെ കൂടി എഴുതാം? -108 ഇൻറ്റു 1.8/2 എന്നും എഴുതാം. ഓക്കെ, രണ്ടും സെയിം അല്ലേ. 1.8ൻ്റെ 2ൻ്റെ പകുതി 3.9 ആണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയും എഴുതാം, നോ ഇഷ്യൂസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക -108 ഇൻറ്റു 0.9 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ വരിക 97.2 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 97.2 kN. നമ്മളൊരിക്കലും യൂണിറ്റ് ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, സി കഴിഞ്ഞു. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കി എവിടെയൊക്കെയാണ് ഫോഴ്സ് ഉള്ളത്? ആകെ ഈ യു ഡി എൽ ഉള്ളത്. യു ഡി എല്ലിൻ്റെ ടോട്ടൽ ലോഡ് എത്ര? 108 kN. അതിങ്ങനെ എടുത്തു പറയാൻ കാരണം ചില ആൾക്കാർ 60 kN എന്ന് വെച്ചിട്ടായിരിക്കും പ്രോബ്ലം ചെയ്യാം. 60 kN ഇൻറ്റു, തെറ്റാണ്. ഒരിക്കലും ഈ ഫോഴ്സ് കൺസിഡർ ചെയ്യരുത്. ഇത് വെച്ചിട്ടുള്ള ടോട്ടൽ ലോഡാണ് കൺസിഡർ ചെയ്യേണ്ടത്. ടോട്ടൽ ലോഡ് ഇവിടെ ഉണ്ട് അല്ലേ. ടോട്ടൽ ലോഡ് ഇവിടെ ഉണ്ട്. ഈ ടോട്ടൽ ലോഡ് എത്ര വരും? ടോട്ടൽ ലോഡ് -108. മൈനസ് വരാൻ കാരണം ബെൻഡിങ് മൊമെൻ്റ് എടുക്കുമ്പോൾ താഴേക്ക് മൈനസാണ്. -108 ഇൻറ്റു അവിടെ നിന്നും എക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടുന്ന് സിക്കുള്ളത് 0.9 ആണ്. 0.9 + 0.7. 0.9 + 0.7 എന്ന് പറയുമ്പോൾ ഏതായാലും 1.6 വരും. അപ്പോൾ -108 ഇൻറ്റു 1.6
എഴുതാം BM at A is equal to -108. ഇതിന് മൈനസ് ഉണ്ട് കേട്ടോ, -108 ഇൻറ്റു 1 പോയിൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റു 1.6. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ വരിക 172.8 ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മൈനസ് ഉണ്ട്. സോ ഇതിന് ആൻസറിന് എന്ത് വരും? മൈനസ് വരും, kN/m. അപ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇങ്ങനെ വരക്കാൻ നോക്കാം. അപ്പോൾ ഇതിൽ മനസ്സിലായി, ഇവിടെ എ ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്. ഇവിടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ കാണുന്ന പോലെ ഇവിടെ എന്തുണ്ട്? ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഒന്ന് സൂം ഔട്ട് ചെയ്ത് തരാം, നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സൂം ഔട്ട് ആവുന്നില്ല, നമ്മൾ ഇതിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട്? ബി ഉണ്ട്, സി ഉണ്ട്, എ ഉണ്ട് അല്ലേ. നമുക്കറിയാം ഷിയർ ഫോഴ്സ് അറ്റ് ബി 0 ആണ്, 0 മാർക്ക് ചെയ്തു. ഷിയർ ഫോഴ്സ് അറ്റ് സി 108 kN ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് 108 kN നമ്മൾ മാർക്ക് ചെയ്തു. 108 kN ഇവിടെയാണ്. ഇനി ബിൻ്റെയും സിൻ്റെ ഇടയിലുള്ള ലോഡ് ഏതാ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം എങ്ങനെ വരക്കേണ്ടത്? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി സീൻ്റെയും ഇപ്പോൾ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ലോഡ് കൂടി ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര ഉണ്ട്? ഇത്രയും ലോഡ് ഉണ്ട്, 108 kN ഉണ്ട്. അത്രയും ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം ഷിയർ ഫോഴ്സ് ആയിട്ട് ഏരിയ എത്ര വരുന്നത്? 108 kN ആണ്. പക്ഷേ സിൻ്റെയും എൻ്റെയും ഇടയിൽ ഒരു ലോഡും നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഏത് ലൈൻ ഉപയോഗിച്ചു എന്ന് കൺഫ്യൂഷൻ വേണ്ട. അങ്ങനെ ലോഡ് ഏലാണ് വാല്യൂ ഉണ്ട്, ഇവിടെ ഇതേപോലെ ഫോഴ്സും ഇല്ലാന്നുണ്ടെങ്കിൽ ലോഡും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പോയിന്റ് ലോഡാണെന്ന രൂപത്തിൽ അത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 108 മാർക്ക് ചെയ്തു, ഇവിടെ 108 മാർക്ക് ചെയ്തു. ബിൻ്റെയും സിൻ്റെ ഇടയിൽ UDL ആയതുകൊണ്ട് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ, സിൻ്റെയും എൻ്റെ ഇടയിൽ ലോഡൊന്നുമില്ല, പക്ഷേ ഇവിടെ വാല്യൂ ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കണക്ട് ചെയ്യണം. ഷിയർ ഫോഴ്സ് ഡയഗ്രായി. അതേപോലെ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരക്കണം. ഇപ്പോൾ ഇതാണ് ബേസ് ലൈൻ, നമുക്കറിയാം അല്ലേ, ഇതാണ് ബേസ് ലൈൻ വരുന്നത്. ബേസ് ലൈനിൻ്റെ മുകളിലേക്കാണ് ഷിയർ ഫോഴ്സ്, കാരണം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ഒക്കെ പോസിറ്റീവാണ്. സോ പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്യുക, അങ്ങനെ കൊടുക്കാം. ഇനി ഈ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് നോക്കണം. ബെൻഡിങ് മൊമെൻറ്റ് ആദ്യം നമ്മൾ ബേസ് ലൈൻ വരച്ചു. ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ബി വരുന്നത് 0 ആണ്, 0 മാർക്ക് ചെയ്തു. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി വരുന്നത് -97.2 ആണ്. മൈനസ് ആയതുകൊണ്ട് ബേസ് ലൈനിൻ്റെ താഴേക്ക് ഇവിടെ മാർക്ക് ചെയ്തു അല്ലേ, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ ഇതേപോലെ എഴുതണം കേട്ടോ, വാല്യൂ 97.2 kN എഴുതണം. അപ്പോൾ ഈ പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിൻ്റെയും സിൻ്റെയും ഇടയിലുള്ളത് UDL ആണ്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരക്കുമ്പോൾ പാരാബോളിക് കർവ് ഉപയോഗിച്ച് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എയിൽ എത്ര വരിക? വാല്യൂ 172.8 kN ആണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം സിൻ്റെയും എൻ്റെയും ഇടയിലേക്ക് നോക്കുക. ഇവിടെ ലോഡൊന്നും കാണുന്നില്ല, പക്ഷേ വാല്യൂ ഉണ്ട് താനും. പക്ഷേ ലോഡ് കണ്ടില്ലെങ്കിൽ നിങ്ങളാണ് എന്ത് കൺസിഡർ ചെയ്താൽ മതി? പോയിന്റ് ലോഡാണ് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നോക്കുമ്പോൾ എന്ത് ചെയ്യാം? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. നെഗറ്റീവ് എന്ന് കൊടുക്കുക, കാരണം നെഗറ്റീവ് എന്ന് കൊടുത്താൽ മാത്രമേ, ഇപ്പോൾ 97.2 എന്നുള്ളത് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി താഴേക്ക് നമ്മൾ വരച്ചു അല്ലേ, നെഗറ്റീവിനെ താഴേക്കാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഒന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ പാരാബോളിക് കർവ് ഒന്നും സ്ട്രെയിറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ എന്നൊക്കെ മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ മാർക്ക് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് എന്തല്ല, തെറ്റൊന്നല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം. ഇനി ഇതേപോലെ UDLൻ്റെ ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് ആയിരുന്നു. അപ്പോൾ കാൻഡിലിവർ ബീം വിത്ത് എന്തും പഠിച്ചു, UDLും പഠിച്ചു, എങ്ങനെ കാണേണ്ടത് മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്തത് കാൻഡിലിവർ ബീം വിത്ത് UDL ആൻഡ് പോയിന്റ് ലോഡാണ്. UDLും പോയിന്റ് ലോഡും ഒരുമിച്ച് വന്നാൽ എങ്ങനെ കാണുക എന്നുള്ളതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.